Hello everyone, welcome to G-Pod Class 8. It's me, Nafi. Yes, എല്ലാവർക്കും മക്കളെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഫി. അപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് എത്തി, നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയി. എന്താണ് അവസ്ഥ, നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തോ. 8ാം ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് ക്ലാസ് എടുത്തു തുടങ്ങി, ഏതൊക്കെ സബ്ജക്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു തുടങ്ങി, ഓരോ സബ്ജക്റ്റിലെയും ഫസ്റ്റ് ചാപ്റ്റർ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 7ാം ക്ലാസ്സിന് 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഓൾ പാസ് എന്ന സമ്പ്രദായം ഇനിയില്ല. നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ മിനിമം മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സാവുള്ളൂ. അപ്പം അങ്ങനെ പാസ്സാവുന്ന മാത്രമല്ല നമ്മൾ ലക്ഷ്യം, മികച്ച മാർക്കോട് കൂടി ഫുൾ A+ കൂടി നമുക്ക് എന്ത് ചെയ്യണം, 9ാം ക്ലാസ്സിലേക്ക് പാസ്സാവണം. അങ്ങനെ പാസ്സാവാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വൺസ് അഗൈൻ വെൽക്കം ടു G-Pod, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ആരൊക്കെ 8ാം ക്ലാസ്സിൽ മികച്ച മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരൊക്കെ 8ാം ക്ലാസ്സിൽ ഫുൾ A+ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരൊക്കെ 8ാം ക്ലാസ്സിൽ അടിപൊളി മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിൻ്റെ ഉപയോഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു കൺട്രോൾ എടുക്കണം. നിങ്ങൾ പഠനാവശ്യങ്ങൾക്കല്ലാതെ നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്. നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാനുള്ള ആവശ്യങ്ങൾക്കല്ലാതെ നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്. നിങ്ങൾ പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്ത് ഉപയോഗിക്കുക, ഫോൺ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോണാണ്. ഫോൺ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ അനാവശ്യമായിട്ട് ഫോണിലേക്ക് പോകുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കുറയുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾ പഠിക്കാനുള്ള ആവശ്യങ്ങൾ, യൂട്യൂബിൽ ക്ലാസ് കാണാനോ, അല്ലെങ്കിൽ ഇപ്പോൾ G-Pod സൂപ്പർ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ G-Pod ആപ്പിൽ ക്ലാസ് കാണാനൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ഫോൺ ഉപയോഗിക്കും. G-Pod ആപ്പിൽ എന്തുണ്ട്, ഒരുപാട് നല്ല അടിപൊളി ക്ലാസ്സുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തിരുന്നു, റെക്കോർഡായിട്ടും ലൈവായിട്ട് ക്ലാസ് ഉണ്ട്, ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ G-Pod സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ നമ്മുടെ ടീം എന്ത് ചെയ്യും, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. അപ്പോൾ അത്തരത്തിൽ പഠിക്കാനുള്ള ആവശ്യങ്ങൾക്കല്ലാതെ വേറെ ആവശ്യങ്ങൾക്കൊന്നും നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്. പഠനാവശ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്ത് ഉപയോഗിക്കുക, ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഫോൺ ഉപയോഗിക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിലൊരു പുതിയ ചിന്ത കൊണ്ടുവരണം. എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ചിന്ത, ഐ ക്യാൻ എന്നുള്ളത് മാറ്റിയിട്ട് ഐ ക്യാൻ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരില്ല. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ഫുൾ A+ കിട്ടില്ല, എനിക്ക് 8ാം ക്ലാസ് നല്ല മാർക്ക് കിട്ടില്ല, എന്നെക്കൊണ്ടൊന്നും കഴിയില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ആ ചിന്ത നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, കംപ്ലീറ്റ് ആയിട്ട് അതിനെ റാഡിക്കേറ്റ് ചെയ്യുക. ഇന്ന് നിങ്ങൾ പുതിയൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരും. എന്താണ്, ഐ ക്യാൻ, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ 8ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിക്കും, ഞാൻ 8ാം ക്ലാസ്സിൽ എഫേർട്ട് ഇട്ട് പഠിക്കും, ഞാൻ 8ാം ക്ലാസ്സിൽ G-Pod സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കും, ഞാൻ 8ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് മികച്ച മാർക്ക് ഞാൻ നേടിയെടുക്കും. ആ ഒരു ചിന്ത നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ചിന്ത എന്താ, ഐ ക്യാൻ, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ കഷ്ടപ്പെടും, ഞാൻ നേടിയെടുക്കും, ഞാൻ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, താല്പര്യത്തോടു കൂടി പഠിച്ചിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ മികച്ച മാർക്ക് നേടിയെടുക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കൊണ്ടുവരിക. ഐ ക്യാൻ എന്ന് മാറ്റിയിട്ട് ഐ ക്യാൻ, എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൊരു ചിന്ത നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ പറ്റും. പിന്നെ ഈ പഠിക്കാനിരിക്കുമ്പോൾ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് മടി അല്ലേ. ഈ മടി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, നിങ്ങൾക്ക് ആ പഠിക്കാൻ പോകുന്ന വിഷയത്തോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ആ പഠിക്കാൻ പോകുന്ന വിഷയത്തോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന വിഷയത്തെ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താടാ, നിങ്ങളിപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ മാത്സ് പഠിക്കാൻ പോകണം. മാത്സ് പഠിക്കാൻ പോകുമ്പോൾ പല കുട്ടികൾക്ക് മാത്സ് ഇഷ്ടമല്ല, അപ്പോഴാണ് ഈ മടി വരിക, പിന്നെ ആക്കാമെന്ന് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഒരു വിഷയം നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ, നിങ്ങൾ മാത്സോ സോഷ്യലോ ഇംഗ്ലീഷോ നിങ്ങൾ ഏത് വിഷയമാണോ പഠിക്കാൻ പോകുന്നത്, ഒരു വിഷയം നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ഒഴിവാക്കണം, മടി ഒഴിവാക്കണം. അത് നിങ്ങൾ ആദ്യം ചെയ്യണത് ആ വിഷയത്തെ ഇഷ്ടപ്പെടുക, ആ വിഷയത്തോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, ആ വിഷയത്തോടൊരു താല്പര്യം ഉണ്ടാക്കുക. ആ വിഷയത്തോടൊരു താല്പര്യം ഉണ്ടാക്കിയിട്ട്, ഒരു ഇഷ്ടം ഉണ്ടാക്കിയിട്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മടി എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മടി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഒഴിവാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, മടി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ആ വിഷയത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മടി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മടി ഒഴിവാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇഷ്ടപ്പെട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിക്കാം. പിന്നെ പലപ്പോഴും കുട്ടികൾ നേരിടുന്ന പ്രശ്നമാണ്, പഠിക്കാനിരിക്കുമ്പോൾ അവർക്ക് ഉറക്കം വരും, ക്ലാസ്സിലിരിക്കുമ്പോൾ അവർക്ക് ഉറക്കം വരും. ഈ പഠിക്കാനിരിക്കുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ ഈ ഉറക്കം വരും. അതേപോലെ ഇങ്ങനെ ആവിയൊക്കെ ഉള്ളൂ. നിങ്ങൾ വൈകുന്നേരങ്ങൾ ഞാൻ കാണാറുണ്ട് പല കുട്ടികളും ഇങ്ങനെ ആവിട്ട് നടക്കുന്നത്. അതിനൊക്കെയുള്ള കാരണം എന്താ, നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായി നിങ്ങൾ 10 മണി മുതൽ 6 മണി, രാത്രി 10 മണി മുതൽ 6 മണി വരെയോ, രാത്രി 10 മണി മുതൽ രാവിലെ 5:30 വരെയോ, രാത്രി 10 മണി മുതൽ രാവിലെ 6:30 വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉറങ്ങാം. രാത്രി 10 മണിക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ 10:30 നിങ്ങൾ ഉറങ്ങണം. ആ രാത്രിയിൽ ഒരു കറക്റ്റ് ടൈമിൽ 10 മണിക്ക് 10:30
5:30 ഇടയിൽ ഉറങ്ങുക എന്നുള്ളത് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 10 to 6, 10 to 5:30, 10 to 6:30 എന്നുള്ളൊരു ഉറക്കത്തിനുള്ളൊരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ദിവസവും സ്ഥിരമായിട്ട് ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ദിവസവും സ്ഥിരമായിട്ട് ഒരു സമയത്ത് തന്നെ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും എന്ത് വരില്ല, ഉറക്കം വരില്ല കേട്ടോ. നിങ്ങൾ ദിവസവും സ്ഥിരമായിട്ട് ഒരു സമയത്ത് തന്നെ ഉറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ദിവസവും സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ തന്നെ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും എന്ത് വരില്ല, ഉറക്കം വരില്ല. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണേ. അപ്പോൾ എന്താടാ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരുന്നുണ്ട്, പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആവിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താ, നിങ്ങളുടെ രാത്രിയിൽ ഉറക്കം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ രാത്രിയിൽ 10 to 6, 10 to 5 ആ ഒരു ടൈം ഷെഡ്യൂൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ എക്സാം സമയത്ത്, ഇപ്പോൾ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ August 25 നിങ്ങൾക്ക് ഓണം എക്സാം നടക്കാൻ പോകുന്നത് വിചാരിക്കുക. അപ്പോൾ August 25 നിങ്ങൾക്ക് ഓണം എക്സാം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു August 10 മുതൽ എന്ത് ചെയ്യണം, TV കാണാൻ നിർത്തണം. ഈ സിനിമ, വെബ് സീരീസ്, ആനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ്, ഷോർട്ട് മൂവീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർത്തണം. എക്സാം സമയത്ത്, എക്സാം സീസൺ നിങ്ങൾ എന്ത് ചെയ്യരുത്, അനാവശ്യമായി സിനിമയോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാം സമയത്ത് കാണരുത്. എക്സാം സമയത്ത് നിങ്ങൾ TV-യിൽ സിനിമയും അല്ലെങ്കിൽ വെബ് സീരീസ്, മൂവീസ്, ആനിമ ഒക്കെ കാണുമ്പോൾ എന്താ സംഭവിക്കുക, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പഠന സമയത്ത് പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ നിങ്ങൾ പലപ്പോൾ എക്സാമുകൾ പോകുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾ കണ്ട സിനിമയുടെ സീന് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വെബ് സീരീസിലെ സീന് അല്ലെങ്കിൽ ഇത് പാട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഓർമ്മ വരിക. അതെന്തുകൊണ്ടാണ്, അത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ എക്സാം സമയത്ത് യാതൊരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സിനിമയോ സീരിയലോ വെബ് സീരീസോ ആനിമോ ഒന്നും നിങ്ങൾ കാണരുത്. ആ സമയത്ത് കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിലേക്ക് കൊടുക്കുക, പഠനത്തിലേക്ക് കൊടുക്കുക. എക്സാം സമയത്ത് ഇതിനോടൊക്കെ എന്ത് പറയുക, നോ 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 എന്നങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പറയാൻ തയ്യാറാവുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരത്തിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും 8ാം ക്ലാസ് ഈസി ആവട്ടെ, ഉഷാറാവട്ടെ, ജിൽജിലാവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.